ചാമ്പയ്ക്കയാണ്. ഇതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കാനാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാനായിട്ട് ശ്രമിക്കുകയാണ്. ചട്ടി ചൂടായി കഴിഞ്ഞു. ചൂടായതിലേക്ക് കുറച്ച് കടുകിൻ്റെ എണ്ണ, കടുകെണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ ഇടുകയാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് 2 പീസ് ഇതുപോലെ ചെറുതായിട്ട് ഞുറുക്കിയ 2 കായത്തിൻ്റെ പീസ് ഇതിനകത്ത് ഇടുക. കണ്ടോ, അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും ഈ കാണുന്നത് കടുക്, 3 ചെറിയ സ്പൂണ് കടുക് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് കേടാവാതിരിക്കാൻ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കേടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഇരിക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏലക്ക 4 എണ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, ജീരകം അല്പം, പിന്നെ പെരിഞ്ജീരകം അല്പം, അയമോദകം അല്പം, കുരുമുളക് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി പൊടിച്ചതാണ് അത്. പിന്നെ ഇത് കാണുന്നത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ സ്പൂൺ കണ്ടല്ലോ, ആ സ്പൂണിൽ 2-2.5 സ്പൂണ് ഇതുണ്ട്, നല്ല എരിവുള്ള മുളക് പൊടിയുണ്ട്. ഇതും പിന്നെ ഇതാണ് കറിവേപ്പിലയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ്. അപ്പോൾ ഇപ്പം കണ്ടോ, ആ കായം 2 കഷ്ണം ഇട്ടത് ഞാൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ കറിവേപ്പില ചട്ടിക്കകത്തങ്ങ് ഇട്ട് അതിനുശേഷം നമ്മൾ ഈ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പൊടികളെല്ലാം ചേർക്കുക. മനസ്സിലായോ? പിന്നെ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം. എണ്ണ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് എടുക്കാം. കുറച്ച് ആവശ്യമുള്ളവർ കാണും, എണ്ണ അധികം ഉപയോഗിക്കാത്തവർ കാണും, അധികം എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ടാകും. ഞാൻ എണ്ണ ഇച്ചിരി കൂടെ ഏറെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അപ്പം രുചി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണയുടെ കൂടുതൽ നമുക്ക് ചേർക്കാം. അപ്പം ഞാനത് ചേർക്കാൻ വേണ്ടി ഇപ്പം ഞാൻ എണ്ണ കുറച്ചുകൂടെ കാണാമല്ലോ, നമുക്ക് നോക്കുമ്പോൾ ചട്ടിയിലോട്ട് ഞാൻ കുറച്ചേറെ എണ്ണ കൂടെ ഞാൻ പകർന്നിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള എണ്ണ കണ്ടോ, അതിങ്ങനെ തിളച്ച് പതയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മസാല എല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരുമ്പോൾ വേറെ ഒന്നുമില്ല. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണിച്ചേക്കുന്ന ഇത് കണ്ടോ, ഇത് ചാമ്പയ്ക്കായാണ്. ഇത് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒരു 3-4 മണിക്കൂർ മുമ്പേ വെള്ളമെല്ലാം വാർന്നു പോകത്തക്ക രീതിയിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൂത്തു പോകും അച്ചാറിട്ടുമ്പോൾ. കണ്ടോ, പൂത്തു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് ഞങ്ങളുടെ തറവാട്ടിലെ ചിറ്റന്മാരിങ്ങനെ ചെയ്യാറുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ ഈ അവധിക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപാട് പിള്ളേർക്ക് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയുള്ള ഇതിനു വേണ്ടി ചെയ്യുന്നതാണ്. ബ്രാഹ്മണ തറവാട്ടിൽ ചിറ്റന്മാരൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. അവർക്ക് വലിയ ഇഷ്ടമാണ്. ഇച്ചിരി മധുരവും പുളിപ്പും ഒക്കെ ഉള്ളതായതുകൊണ്ട്, ഉപ്പും എരിവും ഒക്കെ വരുന്നതുകൊണ്ട് കുട്ടികൾക്കും വളരെ മതിപ്പുണ്ടാകുന്നു. പെട്ടെന്ന് ആഹാരം കഴിക്കാനൊക്കെ ഒരു താല്പര്യം തോന്നും. അതിനുവേണ്ടിയൊക്കെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചാമ്പയ്ക്കയുടെ ചുവട്ടിൽ നിന്ന് നല്ല പഴുത്ത ചാമ്പയ്ക്ക എടുത്ത് അതുപോലെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിന് കൂടുതൽ ജലാംശമൊന്നും ഉണ്ടായാൽ ഇത് പുളിച്ച് പോകാൻ, ഇത് പൂത്തും പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാനാണ് ഈ വെള്ളം ഒഴിവാക്കിക്കൊണ്ട് പോകുന്നത്. കണ്ടോ, ഒരു ഡ്രൈ സ്റ്റേജിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് വിനീഗർ കൂടെ ചേർത്ത് നമ്മൾ വാങ്ങുകയുള്ളൂ. ഇതിപ്പോൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചാർ, ചാമ്പയ്ക്ക അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് അല്പം വിനീഗർ നമ്മൾ കണ്ടോ, ഈ വിനീഗർ ഇതിൻ്റെ അകത്തോട്ടങ്ങ് സ്വല്പം ഒഴിക്കുകയാണ്. മുമ്പ് കുറച്ച് ഒഴിച്ചിരുന്നു, അതുകൂടെ ഇത് സ്വല്പം കൂടെ ഒഴിക്കുകയാണ്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എളുപ്പത്തിൽ
ഇത് അങ്ങനെ പൂത്ത് പോകത്തില്ല. കണ്ടോ, ഇത്രയുമേ ഉള്ളൂ. വിനീഗറിൻ്റെ വെള്ളമായി നമ്മൾ കാണുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ടോ, എണ്ണയും വിനീഗറും മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ഒതുക്കിയെടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതങ്ങ് റെഡിയായിട്ട്. അതുകൊണ്ട് ഇതാണ് ചാമ്പയ്ക്ക അച്ചാറെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ബ്രാഹ്മണ തറവാട്ടിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് ചാമ്പയ്ക്ക അച്ചാറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ അല്പം ഉപ്പും ബാലൻസിങ്ങിന് എന്തൊക്കെ വേണം, ഉപ്പ് വേണേൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 സ്പൂണ് ചെറിയ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് കൂടെ കൊടുക്കേണ്ടതായതുകൊണ്ട് 2 സ്പൂൺ പഞ്ചസാര, ചെറിയ സ്പൂണിൽ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തൊക്കെ ചെയ്തതാണ് കേട്ടോ.